ഗൈസ് വെൽക്കം ബാക്ക് ടു JS ഗെയിമിംഗ്. അപ്പോൾ നമ്മൾ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട്. ഇപ്പോൾ വീഡിയോ ഇടാനുള്ള സ്കിൽസും സൗണ്ടൊക്കെ ഇച്ചിരി പോയിട്ടുണ്ട്. കുറേ നാളായി, 5 മാസം കൊണ്ട് ആയി. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ 37 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കി. നന്ദിയുണ്ട്, താങ്ക്സ്. വണ്ണം കളിക്കാമല്ലോ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എനിക്ക് സബ്സ്ക്രൈബ് കിട്ടുമെന്ന്. ഒരു 10 കിട്ടുമെന്ന് പോലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് ഇത്രയും കിട്ടിയില്ലേ. ഓക്കെ, താങ്ക്സ്. നോർമൽ മാച്ചല്ല, ജോൺസൺ വൈസ് റൗണ്ടിയൊക്കെ. സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ഇതാണ് റാൻഡിയോട്ടൻ്റെ കുഴപ്പം. പുറകിൽ മണ്ട കയറിയിരിക്കും. അപ്പോൾ അതിൻ്റെ PTSD എന്ന് പറഞ്ഞ കൺസോള് കളിക്കാൻ പറ്റുന്ന ഗെയിമൊക്കെ മൊബൈലിൽ ലോ ഗ്രാഫിക്സ് കളിക്കാൻ പറ്റുന്ന ആപ്പിലാണ് നമ്മൾ കളിക്കുന്നത്. റോ യു സ്മാക്ഡൗൺ 2010 നേരത്തെ റെസ്ലിംഗ് ഗെയിം കളിച്ചായിരുന്നു. ആൾക്കാരുടെ ഗ്രാഫിക്സും ആൾക്കാരൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ കൂടുതലും നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. ഏത് ക്യാപ്റ്റൻ നമുക്ക് ഇറങ്ങിയിട്ട് പിടിക്കാം. അയ്യോ ചെറിയ ലക്ഷ്മിയോട് കളിക്കാനായിരുന്നു തോന്നുന്ന ശേഷം കളിക്കാൻ പറ്റിയ സിഗ്നേച്ചർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി നീക്കണം, ഇവിടെ നീക്കണം. അപ്പോൾ നമുക്ക് സിഗ്നേച്ചർ എടുക്കാം. ഞാൻ നോക്കിക്കാൻ നോക്കണ്ട, അതിപ്പോൾ സിഗ്നേച്ചർ അടിക്കായിരുന്നു. സിഗ്നേച്ചർ കറക്റ്റ് ഫിനിഷ് അടിക്കാൻ നോക്കുമ്പോൾ ഒട്ടും കയറി വരും. ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇപ്പോൾ വന്ന് കറക്റ്റ് സാന്തിന് പറഞ്ഞില്ല. അത് ആട്ടിടെന്ന് പറയില്ല, നമ്മളല്ല കൊല്ലിപ്പിടിക്കും. ബ്രേക്ക് ആയി. എടാ ഒന്ന് ശീലം ഡിസ്റ്റർബ് ചെയ്യാനുണ്ടോ? ഒന്ന് പോകാം. ഇതിലും മിക്കവാറും പോയി ഡിസ്ക്വാളിഫൈ ആയിട്ട് പോയി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. റാൻഡിയോട്ടനെ ആർക്കും ഇഷ്ടമല്ലാത്ത പുറകിൽ നിന്ന് എടുക്കുക. ആർക്കും ഇഷ്ടമല്ല. ആരെ എടുത്താലും ഓപ്പണൻ്റെ ആയിട്ട് റാൻഡിയോട്ടനെ ഗെയിമായിട്ട് സെലക്ട് കൊടുക്കും. എനിക്ക് ഗെയിം
1, 2, 3. എന്തായാലും കളി ജയിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവരും നമുക്ക് വേറെ ഏതെങ്കിലും മോഡ് കളിക്കാം. ഇത്രയും ബൈ. അപ്പം